ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 8-ൻ്റെ ചാപ്റ്റർ 2-ലെ പേജ് നമ്പർ 44-ലെ ഫിഗർ ഇറ്റ് ഔട്ടിലെ 7th ക്വസ്റ്റ്യൻ മുതലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സർക്കിൾ ദ നമ്പേഴ്സ് ദാറ്റ് ആർ ദി സെയിം ആയിട്ടുള്ള നമ്പേഴ്സിനെ സർക്കിൾ ചെയ്യാനാണ് നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ 2⁴ ഇൻറ്റു 3�6. ഇതിനെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാനേ പറ്റത്തുള്ളൂ. ഇനി സെപ്പറേറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് നോക്കിയേ 6⁴ ഇൻറ്റു 3⁻². ഈ 6⁴ 6നെ വേണേൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എന്തെഴുതാം, 2 ഇൻറ്റു 3, ദാറ്റ് ഈസ് 6⁴ ഇൻറ്റു 3⁻². ഇതിനെ ഇനി നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം, ഈ 2⁴ നമുക്ക് 2⁴ ഇൻറ്റു 3⁴ എന്ന് എഴുതാം. ഇൻറ്റു ഇനി ഇവിടെ ഒരു 3⁻²വും കൂടെ ഉണ്ട്, ഇസിക്വൽ ടു. ഇനി ഇത് തമ്മിൽ നമുക്ക് ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാം. അപ്പോൾ 2⁴ ഇൻറ്റു ഇതെന്താവും, a⁻m ഇൻറ്റു a⁻n, ദാറ്റ് ഈസ് a⁻m + n. അപ്പോൾ എന്ത് വരും, 4 + 2 6 വരും അല്ലേ. അപ്പോൾ 3⁻6. അപ്പോൾ ഈ സെക്കൻഡ് വണ്ണും നമുക്ക് ഈ ഫസ്റ്റ് വണ്ണിനോട് സെയിം ആയിട്ട് തന്നെ കിട്ടി. ഇനി അടുത്ത 6⁻10. 6⁻10നെ നമുക്ക് എങ്ങനെ എഴുതാം, 6നെ നമുക്ക് 2 ഇൻറ്റു 3 എന്ന് എഴുതാം. ദ ഹോൾ റേസ് ടു 10 ഇസ് ഈക്വൽ ടു 2⁻10 ഇൻറ്റു 3⁻10. അപ്പോൾ ഇത് ഡിഫറെൻ്റ് ആയിട്ടാണ് തേർഡ് വൺ കിട്ടിയത്. ഇനി അടുത്തത് ഫോർത്ത് വൺ, ദാറ്റ് ഈസ് 18⁻2 ഇൻറ്റു 6⁻2. 18നെ നമുക്ക് എങ്ങനെ എഴുതാം, 18 എന്ന് പറയുന്നത് 9 ഇൻറ്റു 2 ആണ് 18. 9നെ വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. 18നെ നമുക്ക് 9 ഇൻറ്റു 2 18 എന്ന് എഴുതാം. 9നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് 3 ഇൻറ്റു 3 ഇൻറ്റു 2, അതായത് 3² ഇൻറ്റു 2 എന്ന് എഴുതാം. അപ്പോൾ 18നെ 3² ഇൻറ്റു 2 ദ ഹോൾ റേസ് ടു 2. 18നെ സ്പ്ലിറ്റ് ചെയ്ത് 3² ഇൻറ്റു 2 എന്ന് എഴുതി, പിന്നെ സ്ക്വയർ ഉണ്ട്. ഇനി 6നെ നമുക്ക് 2 ഇൻറ്റു 3² എന്ന് എഴുതാം, ഇസ് ഈക്വൽ ടു. ഇതിനെ എങ്ങനെ എഴുതാം, 3⁻2 ദ ഹോൾ റേസ് ടു 2 ഇൻറ്റു 2⁻2. ഇതിനെ നമ്മൾ a ഇൻറ്റു b ദ ഹോൾ റേസ് ടു m, ദാറ്റ് ഈസ് ഇത് ഏത് ഫോമിലാണ്, ab ദ ഹോൾ റേസ് ടു m. അതെന്താണ്, a⁻m ഇൻറ്റു b⁻m. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതി, a⁻m ഇൻറ്റു b⁻m എന്നുള്ള ഫോമിൽ എഴുതി. ഇൻറ്റു ഇതിനെ എങ്ങനെ എഴുതാം, 2⁻2 ഇൻറ്റു 3⁻2 ഇസ് ഈക്വൽ ടു ഇതെന്താവും, 3⁻4 ഇൻറ്റു ഇത് രണ്ടും കൂടെ എന്താവും, 2⁻2 + 2 4 ഇൻറ്റു 3⁻2. ഇത് രണ്ടും കൂടെ നമുക്ക് a⁻m ഇൻറ്റു a⁻n ഈസ് ഈക്വൽ ടു a⁻m + n. അപ്പോൾ 4 + 2 6 ഇൻറ്റു 2⁻4. അപ്പോൾ ഇതും നമുക്ക് എന്ത് കിട്ടി, 2⁻4 ഇൻറ്റു 3⁻6. അപ്പോൾ സെയിം ആയിട്ടുള്ളത് സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞത്. ഇതിനും സെയിം ആയിട്ടാണ് നമുക്ക് ഈ സെക്കൻഡ് വണ്ണും കിട്ടിയത് അല്ലേ. പിന്നെ നമുക്ക് ഫോർത്ത് വണ്ണും അത് തന്നെയാണ് കിട്ടിയത്, 3⁻6 ഇൻറ്റു 2⁻4. അടുത്തത് 6⁻24. 6⁻24നെ എങ്ങനെ എഴുതാം, 2 ഇൻറ്റു 3 ദ ഹോൾ റേസ് ടു 24 ഇസ് ഈക്വൽ ടു 2⁻24 ഇൻറ്റു 3⁻24. അപ്പോൾ ഏതൊക്കെയാണ്, ഫസ്റ്റ് വണ്ണ്, സെക്കൻഡ് വണ്ണ്, ഫോർത്ത് വണ്ണ്, ഇത് മൂന്നുമാണ് നമുക്ക് സെയിം ആയിട്ട് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഗ്രേറ്റർ നമ്പർ ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ്. ഇതിനകത്ത് ഗ്രേറ്റർ നമ്പർ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ 4³ ഓർ 3⁻4. 4³ എന്ന് പറയുന്നത് എന്താണ്, 4 ഇൻറ്റു 4 ഇൻറ്റു 4 അല്ലേ. അപ്പോൾ അത് 64 വരും. അടുത്തത് 3⁻4, ദാറ്റ് ഈസ് 3യെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 3s are 9, 9 3s are 27, 27 ഇൻറ്റു 3 ഈസ് 81. അപ്പോൾ ഇതിലേതാണ് ഗ്രേറ്റർ, 3⁻4 ആണ് ഗ്രേറ്റർ. സോ 3⁻4 ഈസ് ഗ്രേറ്റർ. അടുത്തത് സെക്കൻഡ് വൺ, 2⁻8 ഓർ 8⁻2. 2⁻8 എന്ത് വരും, 2⁻8 എന്ന് പറയുന്നത് 2വിനെ 8 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ 2 ഇൻറ്റു 2 4, 2 ഇൻറ്റു 2 4, 2 ഇൻറ്റു 2 4, 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 4 16, 4 ഇൻറ്റു 4 16, 16 ഇൻറ്റു 16 ഈസ് 256.
അപ്പോൾ ഇത് 256 വരും. അടുത്തത് 8 റൈസ് ടു 2, ദാറ്റ് ഈസ് 8 8 are 64. ഏതാണ് ഗ്രേറ്റർ? 2 റൈസ് ടു 8 ഈസ് ഗ്രേറ്റർ. അടുത്ത തേർഡ് വൺ 100 റൈസ് ടു 2 ഓർ 2 റൈസ് ടു 100. 100 റൈസ് ടു 2 എന്ത് വരും? ദാറ്റ് ഈസ് 10,000. 2 റൈസ് ടു 100 2 റൈസ് ടു 100 എന്ന് പറയുന്നത് 2 റൈസ് ടു 10 ദ ഹോൾ റൈസ് ടു 10 ആണ് അല്ലേ? അപ്പോൾ ഇതായിരിക്കും എപ്പോഴും ഗ്രേറ്റർ. 2 റൈസ് ടു 10 എന്ന് പറയുന്നത് 1024 ആണ്. ഇത് റൈസ് ടു 10 എന്ന് പറയുമ്പോൾ എന്തായാലും 10,000-നെക്കാട്ടിൽ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 2 റൈസ് ടു 100 ഈസ് ഗ്രേറ്റർ.